ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നതാ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ എടുക്കാൻ. എല്ലാവരും ക്രിസ്മസൊക്കെ ആയിട്ട് വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നും നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഒരു ചോറിന് പകരമൊക്കെ നമുക്ക് മാറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സേമിയ ഉപ്പുമാവ്. അപ്പോൾ അടുക്കളയിൽ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. അങ്ങനെ നമ്മൾ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? സേമിയ ഉപ്പുമാവ്. അപ്പോൾ ഐറ്റംസ് എല്ലാം റെഡി അല്ലേ? ഇതാണ് നമുക്ക് വേണ്ട സേമിയ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീൻസ്, ക്യാരറ്റ്, പിന്നെ സബോള, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ തുടങ്ങാം. ഞാൻ ആദ്യം ഇച്ചിരി നെയ്യ് ഒഴിക്കും. വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും. നെയ്യും വെളിച്ചെണ്ണയും കൂടി ഉപ്പോട്ടോ ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടണം. ഇഞ്ചി, ഉള്ളി, പച്ചമുളക് കേട്ടോ. ക്യാരറ്റും ബീൻസും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് കാഷ്യൂനട്ടൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള വെള്ളം, ഉപ്പ്, ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വരണം അല്ലേ? ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ സേമിയ ഉപ്പുമാവ്. സേമിയ ഇത് വറുത്ത സേമിയാണ്. വറുത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. സേമിയ ഇടാൻ പോവാണ്. ഓക്കെ കേട്ടോ. അപ്പോൾ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇതാ സേമിയ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ലോ ഫ്ലെയിമിലാണ് കേട്ടോ വേവിക്കേണ്ടത്. മൂടി വെക്കണത്. ഓക്കെ, അപ്പോൾ നമ്മൾ സേമിയ ഉപ്പുമാവ് ഏകദേശം വെള്ളമൊക്കെ വറ്റി റെഡിയായി വരുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ മുട്ടയോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് വരും കേട്ടോ. ഇതിനുള്ളിൽ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് അതൊക്കെ പാത്രത്തിലേക്ക് മാറ്റല്ലേ. അങ്ങനെ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സോസോ അല്ലെങ്കിൽ എന്ത് കറി വേണമെങ്കിലും ഇതിലേക്ക് കൂട്ടി നമുക്ക് കഴിക്കാം കേട്ടോ. കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണ്. നമുക്ക് ചോറിനോ പകരമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ സേമിയ ഉപ്പുമാവ്. നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ടേസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വേറെ ആരുമില്ല, അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നോമ്പൊക്കെ എന്തെല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് നോൺ വെജിൻ്റെ ഐറ്റംസും അടുത്ത ദിവസങ്ങളിൽ ട്രൈ ചെയ്യാം. അപ്പോൾ എന്താ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. നോക്കണോട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ സേമിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല എരിവുണ്ട്. ആ ക്യാരറ്റിൻ്റെ ബീൻസിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ലപോലെ കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ സോസോ അല്ലെങ്കിൽ മുട്ടയോ ചിക്കനോ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് വേറെ ആരും ടേസ്റ്റ് ചെയ്താലും ഒന്നിനും. അപ്പോൾ
അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നത് സപ്പോർട്ട് ചെയ്തേക്കാം, വീഡിയോസൊക്കെ ലൈക്ക് അടിച്ചേക്കാം. മറ്റൊരു വീഡിയോ കാണാതായിരിക്കും. ബൈ.